ലോക്ക്ഡൗൺ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. കറിയുടെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബീട്രൂട്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരു ബീട്രൂട്ടും ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗണിൽ ചപ്പാത്തിക്കോ ഒപ്പത്തിനോ ഒക്കെ സുഖമായിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കുറുമയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് കുറുമ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോള വേണമെന്നുണ്ടെങ്കിൽ വലിയ സവോള എടുക്കാം, നമുക്ക് കൂടുതൽ സവോള വേണമെന്നുണ്ടെങ്കിൽ വലിയ സവോള എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്, ഇനി കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വലിയ പീസുകളായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ വലിപ്പത്തിലാണ് ബീട്രൂട്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും കേട്ടോ കുക്കായി വരാനായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യുന്നത്, എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കൂടുതൽ കുറുമ വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെയും ബീട്രൂട്ടിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. നമ്മളിപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിലേ ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ്, ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ബീട്രൂട്ടിൻ്റെയും മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുക. ഇതൊരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് കുക്കായി വരട്ടെ, അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, അത് ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി ചേർത്ത് കലക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് ഈ കറിക്ക്. ഞാനിപ്പോൾ തേങ്ങ അരച്ച് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയും പെരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്യാഷ്നട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാം കേട്ടോ, കുറച്ചുകൂടി കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് വരുമ്പോൾ തന്നെ കറി കുറുകിക്കോളും. പിന്നെ കൂടുതൽ കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടും കൂടി ചേർക്കാം, ഒരു 5 ക്യാഷ്നട്ടും കൂടി അരച്ച് ചേർക്കാം. അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം, ഞാനിപ്പോൾ അത് ചെയ്തില്ല, ഒക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയുടെ ബാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ അരപ്പിൽ ചേർത്തതാണ് പെരിഞ്ജീരകം, എങ്കിലും ഇതിലേക്ക് കടുകൊന്നും ചേർക്കുന്നില്ല, പെരിഞ്ജീരകം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. പെരിഞ്ജീരകം നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കട്ട് ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ ചതച്ച് ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ വെളുത്തുള്ളി. ഇതിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച സവോളയും ചേർക്കാം. ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇഞ്ചി ഇല്ല, അതുകൊണ്ട് ഞാൻ ജിഞ്ചർ പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്കിനി പച്ചമുളക് ചേർക്കണം. ഞാനിപ്പോൾ 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നതിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് കുറയ്ക്കുക കേട്ടോ, ഇല്ലെങ്കിൽ വല്ലാതെ എരിവ് കൂടിപ്പോകും. നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കാം. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികളും കൂടി ചേർത്ത് കുക്ക് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ മുളക് പൊടിയാണിത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് തക്കാളി ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളൊരു ചെറിയ തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ പൊടികളൊന്നും കുക്കായി വരുമ്പോൾ വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില തന്നെ ചേർക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മുടെ കുറുമയ്ക്ക്. തക്കാളി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കുക്കായി വരണം, തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം, ആ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അല്ലാതെ ഉടഞ്ഞു പോകണ്ട, നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുകയും വേണം, എന്നാലൊന്ന് ആ റോ ടേസ്റ്റൊക്കെ മാറി കുക്കായി വരികയും ചെയ്യണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. നമ്മൾ കാഷ്നട്ട് അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. മുഴുവനും ഉടയ്ക്കരുത്, കുറച്ച് ഉടയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസിൽ കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉരുളക്കിഴങ്ങും ബീട്രൂട്ട് മാത്രം എടുത്തത്. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് കട്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും ബീട്രൂട്ടിൻ്റെയും മിക്സ് ഇതാ നന്നായിട്ടൊന്ന് ചൂടായി ആവി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ചേർത്തിട്ട് നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ, ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അരപ്പിലേക്ക് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്യാവശ്യം ഗ്രേവി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കാത്തത്. ഇനി അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറുകി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറുകി പോകുന്ന ഭാഗമല്ല, കുറച്ച് ലൂസായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ കുറുമ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുറുകുള്ളൂ, ഒരുപാട് കട്ടിയായി പോവില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഇനി കുരുമുളക് പൊടിയോ ചേർക്കാൻ പാടുള്ളൂ, വേറെ മുളക് പൊടിയോ അല്ലെങ്കിൽ മസാലപ്പൊടിയോ ഒന്നും ചേർക്കരുത്. ഇനി നമ്മൾ മസാലകളൊന്നും ചേർക്കാനില്ല ഇതിലേക്ക്. എരിവിന് കുരുമുളക് പൊടി മാത്രം ചേർക്കാനേ ഉള്ളൂ. കുറവാണെങ്കിൽ മാത്രം കേട്ടോ, കുറവില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വരട്ടെ. ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി വരികയും ചെയ്യും, നമ്മുടെ കറി തിളച്ചു പോവുമില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കുറുമ റെഡിയായി. അപ്പോൾ ഒരു ബീട്രൂട്ടോ ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഈ ഒരു കുറുമ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ബീട്രൂട്ടിൻ്റെ വേറൊരു മധുരം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എരിവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ മധുരം ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളാണെങ്കിലൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നിങ്ങൾക്കിത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ബീട്രൂട്ടൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാതെ നല്ല കുറുകിയ കുറുമയായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് കുറുമ എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളതാണ് കാണാൻ ഭംഗി, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഉടയ്ക്കാതിരുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കറി നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടറ്റോയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ട് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ഇതാ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എരിവിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറുമയുടെ പരിപാടി. വളരെ ഈസി അല്ലേ? രാവിലെ ഇപ്പോൾ ചപ്പാത്തിയാണ്, അപ്പമാണ്, എന്താണ് ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.